മകരസംക്രമ സന്ധ്യയിൽ ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് തുടക്കമായി. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്കാണ് തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങിയത്. മകരവിളക്ക് ദിവസം തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരും. ആചാരപ്പെരുമയിൽ തന്നെയാണ് ഇത്തവണത്തെയും തിരുവാഭരണ ഘോഷയാത്ര. പന്തളം കൊട്ടാരത്തിൽ നിന്നും രാവിലെ തന്നെ തിരുവാഭരണം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് മാറ്റി. തുടർന്ന് 12 മണിവരെ ഭക്തജനങ്ങൾക്ക് കാണാനുള്ള അവസരമൊരുക്കി. ശേഷം പ്രത്യേക പൂജകൾ. കൃത്യം 1 മണിക്ക് തന്നെ തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പന്തളത്ത് നിന്നും ശബരിമലയിലേക്ക് പുറപ്പെട്ടു. പന്തളം കൊട്ടാരത്തിലെ തൃക്കേട്ടനാൾ രാജരാജവർമ്മയാണ് ഇത്തവണ യാത്ര നയിക്കുന്നത്. ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി പൂജിച്ച ഉടവാൾ രാജരാജവർമ്മയ്ക്ക് കൈമാറി. പരമ്പരാഗത കാനനപാതയിലൂടെ സഞ്ചരിക്കുന്ന തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് അയിരൂർ ക്ഷേത്രത്തിൽ വിശ്രമിക്കും. നാളെ ലാഹയിലെ ദേവസ്വം ബോർഡ് സത്രത്തിലാണ് വിശ്രമം. പതിനൊന്നിടങ്ങളിൽ പേടകം തുറന്ന് തിരുവാഭരണം ദർശിക്കാൻ അവസരമൊരുക്കും. ഇത്തവണയും ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള 26 അംഗ സംഘമാണ് തിരുവാഭരണം വഹിക്കുന്നത്. മകരവിളക്ക് ദിവസം 5 മണിയോടെ ശരംകുത്തിയിലെത്തുന്ന തിരുവാഭരണ ഘോഷയാത്ര ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കും. തുടർന്നാണ് സന്നിധാനത്തെ ചടങ്ങുകൾ. 24 പത്തനംതിട്ട.